നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു സഹോദരിമാരുടെ മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേൾക്കുന്ന ഒരു സ്ത്രീരത്നമാണ് ഹന്ന. ഞാനും ഇന്ന് ഹന്നയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ കേട്ടിൽ നിന്നും വളരെ വിഭിന്നമായ രീതിയിലാണ് ഞാനത് പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ വായിച്ച വചനത്തിൽ ഒരു പ്രയോഗമാണ് അതിലേക്ക് എന്നെ നയിക്കാനിടയായത്. അവിടെ വായിക്കുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനാണ് എന്ന് ദാൻ മുതൽ ബേർശേബ വരെയുള്ള സകല ഇസ്രായേൽ ജനവും ഗ്രഹിച്ചു. എന്താണ് അതിന്റെ കാരണം? ദാൻ മുതൽ ബേർശേബ വരെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സിറ്റുവേഷൻ ഒന്ന് പരിശോധിക്കുക. തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയുള്ള ആളുകൾ മുഴുവനും നമ്മളെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരവസ്ഥ. ഇതേ ഒരവസ്ഥയാണ് ശമൂവേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? ഞാൻ ആ കാരണത്തിലേക്കാണ് വരാൻ പോകുന്നത്. നമ്മുടെയൊക്കെ ദൈവം ഓരോ സ്ഥലത്താക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാചകം, അതിൻ്റെ ബുക്കുകളിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം, സെക്കുലർ ബുക്കാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്. ഒരു എത്തീസ്റ്റാണ് ആ ബുക്ക് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം എഴുതിയപ്പോൾ അതിന് മുഖവര എഴുതിയ ഒരാൾ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ദൈവം ഇല്ലെന്ന് തെളിയിക്കുന്ന പുസ്തകമല്ല, ഒരു എത്തീസ്റ്റാണ് അത് എഴുതിയിരിക്കുന്നത്. മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ അദ്ദേഹം മുഖവര എഴുതിയിരിക്കുകയാണ്, ദൈവത്തിനൊരു തെറ്റുപറ്റി. ദൈവത്തിന് തെറ്റുപറ്റിയത് 6ാമത്തെ ദിവസമാണ്. എന്നിട്ട് അദ്ദേഹം താഴെ കുറിച്ചിരിക്കുകയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചതല്ല തെറ്റ്, സ്ത്രീയെ സൃഷ്ടിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വളരെ രസകരമാണ്. ആ പുസ്തകം വായിച്ച നല്ല രസമാണ്. DC ബുക്സുകാർ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ജീവനുള്ള ദൈവം ഉണ്ടോ ഇല്ലയോ, ദൈവത്തിന്റെ വികൃതികൾ എന്നൊക്കെയാണ് ആ പുസ്തകത്തിന്റെ 2-3 ടൈറ്റിൽ. അപ്പൊ അതിനകത്ത് അദ്ദേഹം മുഖവര എഴുതിയ അല്ലെങ്കിൽ അവതാരിക എഴുതിയ ആൾ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ആരെ സൃഷ്ടിച്ച് സ്ത്രീകൾ. ഇത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പിറക്കാനും ഒരു സ്ത്രീ വേണമായിരുന്നു, എന്നിട്ടാണല്ലോ അദ്ദേഹം ഇത് എഴുതുന്നല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ഞാൻ പറയട്ടെ, ഏറ്റവും മനോഹരമായി ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഒരാളാണ് ആര്? സ്ത്രീകൾ, സഹോദരിമാർ. പുരുഷന്മാരെ സൃഷ്ടിച്ചത് ഏറ്റവും ഉന്നതമായ ഒരു കാര്യമാണ്. പക്ഷേ സ്ത്രീ എന്ന് പറയുന്ന ഒരു രത്നം, അതിന് സ്ത്രീ രത്നം എന്ന് തന്നെയാണ് പല എഴുത്തുകാരും എഴുതിയിട്ടുള്ളത്. സ്ത്രീ രത്നമാണ്. അങ്ങനെ സ്ത്രീ രത്നങ്ങൾ സങ്കീർത്തനത്തിൽ അത് വായിക്കുന്നില്ലേ? 45ാം സങ്കീർത്തനത്തിൽ സ്ത്രീ രത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, അവർ ഓഫിൽ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു. ഓക്കെ, അപ്പം ഏറ്റവും ക്രിയേറ്റീവായിട്ട് ദൈവം സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ്, ഒരു വ്യക്തിയാണ് സഹോദരിമാർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ അതിന്റെ ആഴം എന്താണെന്ന് പറയാം? എനിക്കും വലിയ ആഴങ്ങൾ അറിയില്ലായിരുന്നു വിവാഹം കഴിക്കുന്നവരെ. വിവാഹം കഴിച്ച് മക്കളായി കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മയുടെ റോൾ എത്ര വലുതാണ് എന്ന് മനസ്സിലായത്. പിന്നീട് ഞാൻ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് എടുക്കാനായിട്ട് പോയപ്പോഴാണ് ഈ കുടുംബജീവിതത്തിൽ സഹോദരിമാരുടെ സ്ഥാനം എനിക്ക് മനസ്സിലായത്, ഏറ്റവും ആഴത്തിൽ മനസ്സിലായത്. അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യയെ കുറച്ചുകൂടെ ആഴത്തിൽ സ്നേഹിക്കാനും കുറച്ചുകൂടെ ആഴത്തിൽ ബഹുമാനിക്കാനും തുടങ്ങി. അതുവരെ ബഹുമാനമൊക്കെ ഉണ്ട്, പക്ഷേ നേരത്തെ ഉള്ളത്രയും ബഹുമാനമൊന്നുമില്ല. അത് ഞാൻ ചർച്ചിലും പറഞ്ഞിട്ടുണ്ട്, പിന്നീട് അടുത്തും പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ആഴത്തിൽ ബഹുമാനിക്കാനിടയായി. അതുകൊണ്ട് ഞാൻ പോകുന്ന പല മീറ്റിങ്ങുകൾക്കും ഈ ഫാമിലി കോൺഫറൻസുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ പുരുഷന്മാരോട്, സഹോദരന്മാരോട് പറയാറുണ്ട്, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. അതിന്റെ കൽപ്പനയുണ്ട്, ഞാനത് അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് സഹോദരിമാർ. എന്തിനാണ് ഈ മനുഷ്യൻ, അതായത് ഈ ശമൂവേൽ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും പ്രസിദ്ധനാകാൻ കാരണം ആരെന്നറിയാം? അമ്മയാണ്. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത്രയും ഇമ്പാക്ട് ഉണ്ടാകുന്നില്ല. അതെന്നെ അങ്ങനെ പറഞ്ഞ് അതിലേക്ക് തന്നെ വരാൻ പറ്റും. ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ
ഏറ്റവും കൂടുതൽ ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്നത് സഹോദരിമാരാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാലേ അതിനകത്ത് എന്തുള്ളൂ കാര്യമുള്ളൂ. നമുക്കൊന്ന് വരാം. ഒന്നാമത്തെ കാര്യം, ഈ ശമൂവേലിന്റെ അമ്മയായ ഹന്നയുടെ ചില കാഴ്ചപ്പാടുകളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, അവളുടെ ശത്രുവായ പെനീനയോടുള്ള അവർക്കുള്ള മനോഭാവമായിരുന്നു ഒന്നാമത്തെ കാര്യം. ശത്രുവായ അവളുടെ ശത്രു, ഹന്നയുടെ ശത്രു അല്ല, സത്യം പറഞ്ഞാൽ പെനീന ഹന്നയെ ശത്രുവായിട്ട് കണക്കാക്കി. അപ്പോൾ ഉണ്ടായിരുന്ന മനോഭാവം. ഒന്നാം അധ്യായത്തിലേക്ക് വരാം. 6-7 വാക്യങ്ങൾ ഒന്ന് വായിക്കും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടതോറും അവൾ അങ്ങനെ ചെയ്തു പോയി. അവളെ മുഷിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു. അവളുടെ അവൾ കരഞ്ഞു പട്ടിണി. ഈ 2 വാക്യത്തിൽ ചില പദങ്ങൾ ആവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ പെനീന എന്ന് പറയുന്ന ആ സ്ത്രീ ഹന്നയെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ സാധ്യമല്ല. 2 പദം, 4 പദങ്ങളുണ്ട്, 4 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. 2 പദം. ഒന്ന്, വളരെ മുഷിപ്പിച്ചു. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, പ്രതിയോഗി വളരെ മുഷിപ്പിച്ചു. അടുത്തത് 7-ാം വാക്യം, അവളെ മുഷിപ്പിച്ചതുകൊണ്ട്. എന്താ ഈ മുഷിപ്പിക്കുക എന്നുള്ളത്? മുഷിപ്പിക്കുക. പലപ്പോഴും നമ്മൾ ഈ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ നമ്മൾ കേൾക്കുന്ന അർത്ഥത്തെക്കാൾ വലിയ അർത്ഥമാണ് വേദപുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. നമ്മൾ സാധാരണ ഈ വെറുപ്പ് അല്ലെങ്കിൽ മുഷിപ്പിക്കുക എന്ന് പറയും. എന്താണ് ഈ മുഷിപ്പിക്കുക എന്നതിന്റെ ഒറിജിനൽ അർത്ഥം എന്നറിയാം? വിഷമിപ്പിക്കുക അല്ല, അതിനേക്കാൾ വലിയ അർത്ഥം. അങ്ങനെയാണ് വിഷമിപ്പിക്കുകയാണെങ്കിൽ തൊട്ട് മുകളിൽ എന്താ വായിക്കുന്നത്? 6-ാം വാക്യം, അവളെ അതിന് 2 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. വ്യസനിപ്പിച്ചു. അതുകൊണ്ട് അവിടെ പിന്നെ 8-ാം വാക്യത്തിലുണ്ട് വ്യസനിപ്പിച്ചു. നീ വ്യസനിക്കുന്നത് എന്തെന്ന് ചോദിക്കുന്നു. അപ്പൊ വ്യസനമല്ല, മുഷിപ്പിക്കുക. ഈ മുഷിപ്പിക്കുക എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. ഇറിറ്റേറ്റ് ചെയ്യുന്ന അർത്ഥം. ഇപ്പൊ ഞാൻ സിമ്പിൾ അർത്ഥത്തിൽ പറയാം. നമ്മളുടെ ഭർത്താക്കന്മാര് നമ്മളൊരു അബദ്ധത്തിൽ ഒരു തെറ്റ് ചെയ്തു, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം, എന്നാലും നീ അത് ചെയ്തു. ആ ഗ്ലാസ് അവിടെ വെച്ചത് സൂക്ഷിക്കേണ്ടത്. എത്ര വിലയുള്ള ഗ്ലാസ്സാണ്. 1 പ്രാവശ്യം പറഞ്ഞാൽ ഓക്കെ, 2 പ്രാവശ്യം പറഞ്ഞാൽ ഓക്കെ. പോകുമ്പോഴും വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അടുക്കളയിൽ കയറുമ്പോഴും ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? എന്താ ഇത് മതി, എത്ര നേരമായി തുടങ്ങിയിട്ട് അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് മുഷിപ്പിക്കുന്നത്. പോകുമ്പോഴും വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എപ്പോഴും എന്ത് ചെയ്യാണ് ഈ സ്ത്രീ, പെനീന എന്ന് പറയുന്ന സ്ത്രീ ഹന്ന എന്ത് ചെയ്യാണ്? മുഷിപ്പിക്കുക. ഇനി അവിടുത്തെ ഒരു പദം ശ്രദ്ധിച്ചോളൂ. 7-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താ അറിയാമോ? യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും ആണ്ടുതോറും അവൾ ചെയ്തു. എന്താ ചെയ്തോണ്ടിരുന്നത്? എടി ഹന്നെ, നിനക്ക് മക്കളില്ല, എനിക്കാണെങ്കിൽ എന്തുണ്ട്? മക്കളുണ്ട്. നീ ഇങ്ങനെ ഇരുന്നോളൂ. അന്നത്തെ കാലഘട്ടത്തിൽ മക്കളില്ലാതെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ അതൊരു ശാപമായിട്ട് കണക്കാക്കുന്ന, ശാപമല്ല പക്ഷെ ശാപമായിട്ട് കണക്കാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സറൗണ്ടിങ്സിലുള്ള ജാതികളായ ആളുകൾ ചെയ്യുന്നത്. ഇന്നത് ശാപമാണോ? ചിലർക്ക് മക്കളില്ലെങ്കിൽ ഉടനെ നമ്മുടെ ആൾക്കാര്, പ്രത്യേകിച്ച് വേർപെട്ടവരൊക്കെ പറയുന്നത് അവരുടെ വലിയമാരൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവർക്ക് തലമുറ പോലും ദൈവം എന്ത് ചെയ്തില്ല, കൊടുത്തില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത്. ആർക്കെങ്കിലും മക്കളില്ലെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ദൈവം നമുക്ക് തന്ന മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. അവർക്ക് ആ ദാനം എന്ത് ചെയ്തില്ല, ദൈവം കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മക്കളെ നമ്മുടെ തന്നത് നമ്മുടെ സ്വന്തമാണ്, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ദാനമാണ്, ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്തെങ്കിലും പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് കിട്ടുന്നതാണോ? അല്ല. രക്ഷ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണോ? അല്ല, ദാനമാണ്. ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി. അപ്പൊ ദാനമായിട്ട് നൽകിയപ്പോൾ നമ്മൾ ആ ദൈവത്തോട് നന്ദി പറയല്ലാതെ മറ്റൊരാൾക്ക് അത് കിട്ടാതിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് പോലും എന്ത് ചെയ്ത് അവരെ വേദനിപ്പിക്കാൻ പാടില്ല. ഇവൾ ആണ്ടുതോറും ഇവളെ മുഷിപ്പിച്ചുകൊണ്ടിരിക്കുക. മുഷിപ്പിച്ചപ്പം
ഹന്നയുടെ 2 പ്രതികരണം അവിടെ കാണാം. എന്താണ് നമ്മൾ വായിക്കുന്നത്? 7-ാം വാക്യം അവസാനം. 1, അവൾ കരഞ്ഞു. 2, പട്ടിണി കിടന്നു. നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ആളുകളോട്, നമ്മളെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന ആളുകളോട്, നമ്മളെ വ്യസനിപ്പിക്കുന്ന ആളുകളോട്, മുഷിപ്പിക്കുന്ന ആളുകളോട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? തിരിച്ചതേ നാണയത്തിൽ എന്ത് ചെയ്യുക? പറയാം. അവളോട് 2 വർത്താനം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ നാവ് ശരിയായില്ല, എൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അവളോട് 2 വർത്താനം എന്ത് ചെയ്യണം? പറയണം. അവൾ പറഞ്ഞ അതേ നാണയത്തിൽ എന്ത് ചെയ്യണം? ഞാൻ പറയണം. ഇതെല്ലാം സഹോദരിമാർക്കും ഉണ്ടാകാനുള്ള ട്രെൻഡാണ്. പക്ഷെ ഹന്ന അങ്ങനെയാണോ? അല്ല. ഈ കോപിക്കാനായിട്ട് വലിയ കൃപയൊന്നും ആവശ്യമില്ല. പക്ഷെ ക്ഷമിക്കാൻ എന്താ ആവശ്യമുണ്ട്? ദൈവകൃപ വളരെയാണ്. മിണ്ടാൻ വലിയ കൃപയൊന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ മിണ്ടാതിരിക്കാനുള്ള കൃപ എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ദൈവകൃപയാണ്. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഭാര്യമാര് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറ. പറയാൻ എപ്പോൾ വേണമെങ്കിലും പറയാം. പക്ഷെ മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും വലിയ ആഗ്രഹം. അല്ലെങ്കിൽ അതാണ് ദൈവകൃപ വളരെ ആവശ്യം. കോപിക്കാൻ അത് വേണമെങ്കിൽ ഇപ്പൊ ക്ഷിപ്രമായിട്ട് വരുന്നതായിരിക്കാം. പക്ഷെ കോപിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവകൃപ. ഇവിടെ ഈ സ്ത്രീ എന്താ ചെയ്യുന്നത്? 2 കാര്യം. 1, അവൾ കരഞ്ഞു. 2, പട്ടിണി കിടന്നു. പട്ടിണി കിടന്നു എന്നുള്ള പദപ്രയോഗം ഉപസിച്ചു എന്നുള്ളതിന്റെ ഒരു പ്രയോഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ശത്രുവിനോട് അവൾക്കുള്ള മനോഭാവം അതേ നാണയത്തിൽ തിരിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ ശമൂവേൽ എന്നൊരു പ്രവാചകൻ ഉണ്ടാവുമായിരുന്നു? ഇല്ല. അവൾ അവിടെ സൗമ്യയായിരുന്ന് അവളുടെ സങ്കടങ്ങൾ ദൈവത്തിന് മുമ്പാകെ പറഞ്ഞപ്പോൾ, അവളുടെ ഹൃദയം ദൈവത്തിന് മുമ്പാകെ കരഞ്ഞപ്പോൾ, അവൾ അവളുടെ എല്ലാ സങ്കടങ്ങളും ദൈവത്തിന് മുമ്പാകെ പറഞ്ഞപ്പോൾ, ശത്രു തന്നെ അപമാനിച്ചപ്പോൾ പോലും ഒരു വാക്കുപോലും മറുത്തു പറയാതെ ആ കാര്യം മുഴുവൻ ആരുടെ കയ്യിൽ സമർപ്പിച്ചു? ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. 2, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞില്ല. പിന്നെന്ത് ചെയ്തു? ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. അപ്പൊ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എന്റെ ജീവിതത്തിൽ നടന്നൊരു അത്ഭുതം ഞാൻ പറയുമ്പോൾ, ഞാൻ എല്ലാ ദിവസവും രാവിലെ, നിങ്ങൾക്കറിയാം, പലരും കേൾക്കുന്നുണ്ട്, ഓഡിയോ അയക്കാറുണ്ട്. ഈ 6 വർഷമായി അത് കണ്ടിന്യൂസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിളിന്റെ ഓരോ ചാപ്റ്ററിൽ നിന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഞാനത് റെക്കോർഡ് ചെയ്യുന്നത് രാത്രി ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ്. മഴയില്ലെങ്കിൽ, മഴയാണെങ്കിൽ ആ സമയത്ത് ഈ ചീവീടിന്റെ ഒച്ചയുണ്ട്, അതുകൊണ്ട് നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്യും. ഇപ്പം ഈ ഒരു 10 ദിവസത്തെ പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ 10 ദിവസം റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് MP3 ഫോർമാറ്റ് ആക്കിയിട്ടൊക്കെ ഞാൻ വരത്തുള്ളൂ. പക്ഷെ ഈ മണ്ഡലകാലമായി കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ തൊട്ടപ്പുറത്ത് ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിൽ മൈക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു 6:30 മണിയാകുമ്പോൾ ഇവിടെ അവിടുത്തെ ശബ്ദം ഇങ്ങനെ വരും. അത് രാത്രി 10 മണി വരെ എന്ത് ചെയ്യും? ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ കഴിഞ്ഞ 2-3 വർഷമായിട്ട്, കഴിഞ്ഞ വർഷമാണ് ഏറ്റവും ശബ്ദത്തിൽ ഉച്ചത്തിൽ വെച്ച് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പോലും പറ്റത്തില്ല ഒരവസ്ഥ. അപ്പൊ ഞാനും മിനിയും കൂടെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ അവരോട് ചെന്ന് മൈക്ക് മാറ്റാൻ പറയാൻ യാതൊരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാം. അപ്പൊ മിനി പറഞ്ഞു, പ്രാർത്ഥിച്ചാൽ അത് മാറും. അവിടെ ചോദിച്ചു കാര്യം കേട്ടോ, വിശ്വാസം ഇല്ലായിട്ടല്ല, അവരുടെ വിശ്വാസത്തിൽ അത്രേ ഉള്ളൂ. കാരണം പ്രാർത്ഥിച്ചാൽ അത് മാറുമോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിച്ചാൽ മാറും. ഞാൻ എന്നെ പ്രാർത്ഥിച്ചാൽ മാറാൻ പറ്റത്തില്ല. നീ പറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടാക്കരുത്, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഞങ്ങൾ 1 വർഷമായി എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, കർത്താവേ, ആ മൈക്കിന്റെ ശബ്ദം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാതെ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഈ വർഷം മൈക്കിന്റെ ഒച്ചയില്ല. സ്തോത്രം. ഈ വർഷം മൈക്കിന്റെ ഒച്ചയില്ല. അപ്പൊ അവിടുത്തെ സീനിയറായ ഒരാളോട് ഞാൻ ഇന്ന് ചോദിച്ചു, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്, അവിടുത്തെ അയ്യപ്പ സേവാ സംഘത്തിന്റെ സെക്രട്ടറിയോട് ഞാൻ ചോദിച്ചു, എന്നാ സാർ ഈ പ്രാവശ്യം നിങ്ങളുടെ മൈക്കൊന്നും ഇല്ലല്ലോ? അവർ പറഞ്ഞു, കഴിഞ്ഞ ഒക്ടോബറിൽ അവരുടെ ഏകദാശി എന്ന് പറയുന്ന ഒരു പ്രശ്നം വെപ്പ് നടന്നു. ആ പ്രശ്നം വെപ്പ് നടന്നപ്പോൾ അവരുടെ പ്രശ്നം വെച്ച ഒരു പോറ്റി പറഞ്ഞു, ഈ മൈക്ക് സിസ്റ്റം ഒന്ന് മാറ്റണം, അത് ആ ദിക്കിലല്ല വെക്കേണ്ടത്, ഇപ്പുറത്തെ ദിക്കിലോട്ട് വെക്കണം എന്ന് അവരുടെ പ്രശ്നത്തിൽ കണ്ടു. അതുകൊണ്ട് ആ മൈക്ക് അവിടുന്ന് എന്ത് ചെയ്തു? മാറ്റി. ഞങ്ങള്
വീട്ടിലും ദൈവത്തെ സ്തുതിച്ചു. കാരണം ഞങ്ങൾക്കിപ്പോൾ അവരോട് ചെന്ന് വഴക്ക് പറയാൻ പറ്റത്തില്ല. അവരോട് ചെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ മൈക്ക് സിസ്റ്റം ഇവിടെ നിന്ന് മാറ്റി വെക്കാൻ പറയാൻ യാതൊരു രക്ഷയില്ല. പക്ഷേ ഈ 3 ദിവസം മുമ്പാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് 3 ദിവസം മുമ്പാണ് ഞാനത് അറിഞ്ഞത്. ആ മൈക്ക് സിസ്റ്റം അവിടുന്ന് മാറ്റി. അതുകൊണ്ട് എനിക്ക് റെക്കോർഡിങ്ങിനുള്ള യാതൊരു പ്രശ്നവും ഇല്ല. ഞാൻ പറഞ്ഞ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവും ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ പാരമ്പര്യപ്രധാനരായ നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ടൊരൽപ്പം പ്രാർത്ഥിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ എൻ്റെ അനുഭവത്തിൽ, ഞങ്ങളുടെ അനുഭവത്തിൽ എനിക്ക് പറയാൻ പറ്റും, നമ്മളെ മുഷിപ്പിക്കുന്ന ആളുകൾ, നമ്മളെ വിഷമിപ്പിക്കുന്ന ആളുകൾ, നമ്മളെ ഏറ്റവും വലിയ വേദന തരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തിരിച്ച് അതേ നാണയത്തിൽ ഒന്നും പറയാൻ പോകണ്ട. നമ്മൾ എന്ത് ചെയ്താൽ മതി? മുട്ടുമടക്കിയാൽ മതി. മുട്ടുമടക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? അത്ഭുതം പ്രവർത്തിക്കും. ഇതാണ് പ്രാർത്ഥനയുടെ ഒന്നാമത്തെ സാമ്പിൾ എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ ക്യാരക്ടർ, സ്വഭാവം ഏറ്റവും ഭംഗിയായിരുന്നു. എന്താ കാരണം? ഇതേ നാണയത്തിൽ പെലിനയോട് മറുപടി പറഞ്ഞാൽ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. ശമൂവേൽ എന്ന് പറയുന്ന വിശ്വസനായ ഒരു മനുഷ്യനുണ്ടാകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൾ ദൈവസന്നിധിയിൽ ഒരു കാര്യം പോലും പറയാതെ പട്ടിണി കിടന്ന് കരഞ്ഞതിന്റെ ഫലമായി ശമൂവേൽ എന്ന് പറയുന്ന വിശ്വസ്തനായ ഒരു പ്രവാചകൻ ലോകം മുഴുവൻ അറിയപ്പെടാനായിട്ടിടയായിട്ട്. രണ്ടാമത്തെ കാര്യം, അവളുടെ ഹസ്ബൻഡുമായിട്ടുള്ള തന്റെ ബന്ധമാണ്, മനോഭാവം. നല്ല ഒരു പ്രവാചകൻ ഉളവാകാൻ കാരണം അവളുടെ ഹസ്ബൻഡിനെ അവൾ കണ്ട കാഴ്ചപ്പാടാണ്, ഭർത്താവിനോടുള്ള അവളുടെ കാഴ്ചപ്പാട്. 8ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 8ാമത്തെ വാക്യം. അവളോട് ഹന്ന, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലയോ? നല്ലൊരു ഭർത്താവ് അല്ലേ? ഭാര്യ വേദനിക്കുമ്പോൾ ഭർത്താവ് എന്താ വന്ന് ചെയ്യുന്നത്? ഭാര്യ അല്ല പറയുന്നേ ഞാൻ നിനക്ക് അച്ചായൻ എനിക്ക് നല്ലതാണ് എന്നല്ല. ഭർത്താവ് പറയുന്നേ ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനല്ലോ. നിങ്ങൾക്ക് ലഭിച്ച ഭർത്താക്കന്മാരെ അതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും? പെട്ടെന്ന് പറയണ്ട, ഞാനങ്ങ് പറയാം. ഞാൻ മിക്കവാറും കുടുംബ സംഗമങ്ങളിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ ഈയിടെ മാർത്തോമായിലെ അച്ഛന്മാർക്ക് വേണ്ടി, അവരുടെ മസ്യാന്മാർക്ക് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. അതിന് ക്ലാസ് എടുക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു: ഇപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അച്ഛനാരെ മസ്യാന്മാരായിട്ട് ഒരുക്കുകയാണ്. അപ്പം ഞാൻ ക്ലാസ് എടുത്തപ്പോൾ അച്ഛനെയും മസ്യാനും ഒരുമിച്ചിരുത്തിയ ക്ലാസ് എടുത്തത്. ഓരോ സ്റ്റേജിലും 300 പേര്, 600 പേരുണ്ട്, 300 ഫാമിലിയാണ്. അപ്പോൾ അടുത്തടുത്തിരുത്തി ക്ലാസ് എടുത്തത്. അപ്പം ഞാൻ എൻ്റെ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് ഇപ്പോഴുള്ള അറിവ് വിവാഹ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ആളിനെ നിങ്ങൾ വിവാഹം കഴിക്കുമായിരുന്നു? എനിക്ക് ടെക്നോളജിയിൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഗൂഗിൾ ചോദ്യം ഉണ്ടാക്കി. അവരുടെ ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു. എന്നിട്ട് സ്ക്രീനിൽ പ്രൊജക്ടർ എന്തെങ്കിലും ഉണ്ട്, ആ സ്ക്രീനിൽ ഞാനിങ്ങനെ കാണിക്കും. അപ്പോൾ അവർ വോട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്ക്രീനിൽ വരും. ആരാണ് ചെയ്തതെന്ന് അറിയത്തില്ല. അങ്ങനത്തെ സെറ്റിങ്സ് ചെയ്തതിന് ശേഷം ആരാണ് ചെയ്തതറിയില്ല. അപ്പോൾ അവർ വോട്ട് ചെയ്താൽ ഉടനെ സ്ക്രീനിൽ 87%, അപ്പുറത്ത് 12% ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും. ഈ 600 പേരിലെ 300 ഫാമിലി, 2 പേര് കാണാം. 600 പേര് ഇങ്ങനെ ചെയ്തപ്പോൾ 95% വന്നത് എന്താ പറയുക? നോ എന്നാണ്. 5% ആളുകൾ മാത്രം എന്ത് ചെയ്തു? കേസ് നൽകി. നമ്മൾ ഭംഗിമാക്കിനാണ് പറയുന്നത് പലപ്പോഴും. എൻ്റെ അറിവുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യനെ ഞാൻ എന്ത് ചെയ്യലായിരുന്നു? കെട്ടത്തില്ലായിരുന്നു. പിന്നെ മക്കളായി, കൊച്ചുമക്കളായി ഇനി ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പോട്ടെ, ഇനി എത്ര നാളൊന്നും അറിയത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ച്, നിങ്ങളുടെ ക്യാരക്ടർ അനുസരിച്ച്, ടെമ്പർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരാളിനെയാണ് ദൈവം എന്ത് ചെയ്തത്? അവർക്ക് ഒരുപാട് കുറവുകൾ കാണുമായിരിക്കും, നിങ്ങൾക്കില്ലേ? പിന്നെ ഉണ്ടോ? അവരായോണ്ടാണ് എന്ത് ചെയ്ത് സഹിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അതിനെ ഇങ്ങനെ പറയട്ടെ, ഇവർ 2 പേര്, ഞങ്ങൾ 3 പേരുണ്ടല്ലോ. രഹസ്യമാണ്, ഞങ്ങളെ പോലെ പാവങ്ങൾ വേറെ ആരുമില്ല. സത്യമാണ്. പ്രശ്നം എന്താണെന്നറിയാം? ഞങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നും വിട്ടരുത്. അത് കഴിഞ്ഞിട്ട് ഇവരെ എടുത്ത് മേലിന് താഴെ ഇട്ടാലും ഒരു പ്രശ്നമില്ല. കാരണം എന്താ, ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാ പുരുഷന്മാർക്കും ഉണ്ട്. കൂട്ടാൻ വെക്കുമ്പോൾ അതിന് ഇത്ര ഉപ്പയാകാവോ, ഇത്ര കറിയാകാവോ, ഇത്ര ടേസ്റ്റ് ആകാവോ, അതിനെല്ലാത്തിനും അവർക്ക് എന്തുണ്ട്? ഒരു കണക്കുണ്ട്.
അത് കഴിഞ്ഞ് അവരെ ആ ദേഷ്യപ്പെടുന്ന സന്ദർഭങ്ങളിലല്ലാതെ അവരെ വേറെ ഒരു കുഴപ്പമില്ല. മാത്രമല്ല, നിങ്ങളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ഹൃദയം വേറെ ഉണ്ടോ? ഒരുപാട് കുറവുകളൊക്കെ അവർക്കുണ്ടാകാം, പക്ഷെ നിങ്ങളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജീവനാണെന്നറിയാം, അല്ലേ? അയ്യോ ആണോ? അത് നിങ്ങൾ ഒരു ദിവസം ഇല്ലാതെ വന്നിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഫോൺ ചെയ്യുന്നു? നിങ്ങൾ ചിലപ്പോൾ അവിടെ വിട്ടൊന്ന് പോയി, പത്തനംതിട്ടയ്ക്ക് പോയി, ഒറ്റയ്ക്കാ പോയി, ബസ് കയറി പോയി, എത്ര പ്രാവശ്യം ഫോൺ ചെയ്യും? എത്ര പ്രാവശ്യം ഫോൺ ചെയ്ത് നമുക്ക് തന്നെ അറിയില്ല. കാരണം എന്നാ, അവൾ ഒറ്റയ്ക്കാണ് പോയത്, ബസ് കയറി പോകാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞ് എത്രയോ സ്നേഹത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾക്ക് മൾട്ടി ടാലന്റഡ് ആണ്. നിങ്ങൾ സഹോദരിമാർക്ക് മൾട്ടി ടാലന്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് പറഞ്ഞാൽ ഒറ്റ സമയത്ത് ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഞാൻ ചില സമയത്ത് എന്നോട് പറയാം, വെച്ചാൽ ഈ പാലൊന്ന് തിളച്ചത് നോക്കണം, അടുപ്പിൽ ഈ സ്റ്റവ് വെച്ചിട്ട് പോകുന്നതാണ്. ഞാൻ ഈ മയിൽക്കുറ്റി പോലെ അവിടെ ഇരിക്കും, അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എന്നാ വെച്ചാൽ അല്ലെ പാലിങ്ങനെ, ഞാൻ അവിടെ പാല് തിളക്കിയതിന് വരെ അവിടെ നിൽക്കുകയാണ്. കാരണം എനിക്ക് വേറെ ടാസ്ക് ഇല്ല, അതാണ് എൻ്റെ ടാസ്ക്. പുരുഷന്മാരെ സംബന്ധിച്ചാൽ ഒറ്റ ടാസ്കേ ഉള്ളൂ. സഹോദരിമാർക്കും മുറ്റത്താര വന്നെന്നറിയാം, മഴ പെയ്തെന്നറിയാം, കുഞ്ഞ് കരഞ്ഞിട്ടുണ്ടെന്നറിയാം, ഏതോ ഒച്ച സെപ്പറേറ്റ് ആയിട്ട് കേട്ടെന്നറിയാം. മൾട്ടി ടാസ്കിന്റെ ആളുകളാണ് സഹോദരിമാർ. ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരേ കാര്യം ഞങ്ങളെപ്പോലെ ഒരേ കാര്യമാണ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിലും ഓർത്ത് നോക്കി പ്രശ്നം. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തറിയാമോ, ആ പറഞ്ഞതും കൊണ്ടങ്ങ് തീർന്നു. നമ്മളോ പണ്ടൊരു സാറുണ്ടായിരുന്നു. ആ സാറ് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് വന്നോ പറഞ്ഞു, ഇത് ഞങ്ങളുടെ രമ ടീച്ചറിന്റെ മീശ ഉണ്ടല്ലോ, ആണുങ്ങളുടെ മീശ പോലാണ്, സാധാരണ മീശ ഇപ്പോഴും നല്ല കട്ടിയുള്ളൊരു മീശയാണ്, സ്ത്രീകളുടെ കൂട്ടല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വർഷം 10-15 കഴിഞ്ഞപ്പോൾ ഈ സാർ ഒരു വീട് പണിയാനായിട്ട് തീരുമാനിച്ചു. കല്ലൊക്കെ ഇറക്കി വെച്ച് വരുന്ന വഴിക്ക്, വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഈ കല്ലെ തട്ടി, ഈ ചെങ്കല്ലെ തട്ടി ഈ സാറൊന്ന് വീണു. അങ്ങനെ സാറിനോട് പറഞ്ഞില്ല ഇവിടെ ഇറക്കി വെച്ചു എന്ന് പറഞ്ഞില്ല. ഉടനെ ചോദിച്ചു, നീ ഈ കല്ലിറക്കി വെച്ച കാര്യം ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഞാൻ ഈ തട്ടി വീഴത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. രമ ടീച്ചറിന്റെ പൊടിമീശ കാണാനായിട്ട് അതിന് കണ്ണുള്ള പുള്ളിക്ക് ഈ കല്ല് കാണാനായിട്ട് പറ്റിയില്ലേന്ന് ചോദിച്ചു. അത് എത്രയോ വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. പക്ഷെ സ്ത്രീകൾ അത് എന്ത് ചെയ്യില്ല, മറക്കുകയില്ല. പുരുഷന്മാരെ സംബന്ധിച്ചുള്ള അവർ പെട്ടെന്ന് കാര്യങ്ങൾ മറക്കും. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ദൈവം നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഒരിക്കലും മറക്കരുത്. ദൈവം നിങ്ങൾക്ക് ജീവിതാവസാനം വരെ നിങ്ങളെ പരിപാലിക്കാൻ, സ്നേഹിക്കാൻ. അവർക്കും കുറവുകളുണ്ട്, നിങ്ങൾക്കും കുറവുകളുണ്ട്. 38 വയസ്സുള്ള ഒരു മനുഷ്യനെ അവൻ കല്യാണം കഴിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്നോട് അവിടുത്തെ പേരൻസ് എന്ന് പറഞ്ഞു, സാർ അവനോട് സംസാരിക്കണം, അവൻ എന്താണ് കല്യാണം കഴിക്കാതെ. അപ്പൊ ഞങ്ങളുടെ ജോലി ഏതാണല്ലോ, കൗൺസിലിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ സംസാരിക്കാൻ ചെന്നു. ഫസ്റ്റ് സെഷനിൽ തന്നെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞാനിതൊരു പെർഫെക്റ്റ് ആയ ഒരാളിനെ കണ്ടിട്ടില്ല, പെർഫെക്റ്റ് സ്ത്രീയെ കണ്ടിട്ടില്ല, അതുകൊണ്ട് പെർഫെക്റ്റ് സ്ത്രീയെ കാണുമ്പോഴേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, കല്യാണം കഴിയുള്ളൂ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ ആഴ്ച കല്യാണം കഴിക്കുന്നില്ല. കാരണം പെർഫെക്റ്റ് ആയ ഒരു സ്ത്രീയും ഇല്ല, പെർഫെക്റ്റ് ആയ ഒരു പുരുഷനും ഇല്ല. നമുക്ക് എല്ലാവർക്കും വൈകല്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും കാണുന്നത് പോസിറ്റീവായ കാര്യം മാത്രമേ ആകാവൂ. ഈ ഹന്നയെയും ഹന്നയെയും എൽക്കാനയെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ എൽക്കാനയുടെ ആറ്റിറ്റ്യൂഡ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ പറയുകയാണ്, എന്താണ്, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതാണ്. ആണോ? എന്താണ് തെളിവ്? നോക്കിയ തെളിവ് എന്താണ്? 4-ാം വാക്യം വായിച്ചു. 4-ാം വാക്യം. എൽക്കാന യാഗം കഴിക്കുമ്പോൾ പെനീനയ്ക്കും അവളുടെ സകല പുത്രന്മാർക്കും പുത്രിമാർക്കും ഓഹരി കൊടുത്തു. അപ്പൊ ഇത് സഹോദരന്മാരോടൊന്ന് മീറ്റിംഗ് ഇത് പറയേണ്ടതാണ്. ഈ ഹസ്ബൻഡിന്റെ ഇവിടെ ജോലി ഉണ്ടായിരുന്ന സഹോദരിമാർ എത്രയായിരുന്നു? ഒഫീഷ്യലി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സഹോദരിമാർ കൈ ഉയർത്തിയിരുന്ന് കാണുന്നുണ്ട്. പണ്ട് ഇപ്പോഴല്ല, പണ്ട് നമുക്ക് ജോലി ഉണ്ട്. ശരി, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? ഇല്ല. ആര് തരണം? ഭർത്താവ് തരണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒന്നുമില്ല. ഇപ്പൊ യങ് കപ്പിൾസിന്റെ മീറ്റിങ്ങിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങളുടെ ഭാര്യമാർക്ക് ജോലിയില്ലെങ്കിലും മാസം എന്ത് ചെയ്യണം, ഒരു ചെറിയ തുക അവരുടെ കയ്യിൽ എന്ത് ചെയ്യണം, കൊടുക്കണം. ഞാൻ ഈ ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലായത് എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. അതുകൊണ്ട് എല്ലാ മാസവും ഒരു നിശ്ചിത തുക, ചിലപ്പോൾ ഏറും കുറയൊക്കെ വരുമായിരിക്കും, എനിവേ ഒരു 600 രൂപ കുറയാത്ത ഒരു തുക ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ആ തുടങ്ങിയ വർഷം ഒരു കൊടുക്കും.
ഇപ്പോൾ അതിൻ്റെ അളവ് ഇച്ചിരി കൂട്ടി. അതുകൊണ്ട് പല കാര്യങ്ങളും അവൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളുടേതായ ജീവിത കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാതെ, നമ്മൾ അറിയും എന്താണ് ചെയ്യുന്നത് നമ്മളോട് പറയും. പക്ഷെ ഓഹരി കൊടുക്കുന്ന ഒരു നല്ല ക്യാരക്ടറാണ്. ഇപ്പം ഇവിടെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. ഇനി മുതൽ അവർ ചെയ്യുമായിരിക്കും. ഓഹരി എന്ത് ചെയ്യും, തരുന്നില്ലെന്നല്ല, തരും. പക്ഷേ അവരുടെ കയ്യിൽ, സഹോദരിമാരുടെ കയ്യിൽ ഒരു ഓഹരി കൊടുക്കുന്നത് നല്ല ഭർത്താവിൻ്റെ ലക്ഷണമാണ്. ഇനി നിങ്ങൾ ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലാത്തവരിൽ നിന്ന് പറയണം, ഇങ്ങനെ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒരു ഓഹരി എനിക്ക് തരണമെന്ന് പറയണം. നല്ല മനസ്സുള്ളവരാണെങ്കിൽ തരും, അതിൻ്റെ പേര് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. പക്ഷേ തന്നില്ലെങ്കിൽ സാരമില്ല, നിങ്ങളെ പരിപാലിക്കുന്നുണ്ടല്ലോ, സ്നേഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പരിപാലിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഹസ്ബൻഡ് നല്ലതായതുകൊണ്ട്, അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായതുകൊണ്ട് ആരനുഗ്രഹിക്കപ്പെട്ടു? ശംഭുവിൽ അനുഗ്രഹിക്കപ്പെട്ടു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാലേ നമ്മുടെ തലമുറ എന്ത് ചെയ്യുള്ളൂ, അനുഗ്രഹിക്കപ്പെട്ടു. നമ്മൾ ഭയങ്കര പ്രശ്നക്കാരാണ്, നമ്മളിൽ തന്നെ വിഘടനങ്ങൾ സംഭവിക്കുകയാണ്. നമ്മുടെ മക്കൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു യുവാവിനെ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കല്യാണമേ വേണ്ട, 31 വയസ്സുണ്ട്, കല്യാണം വേണ്ട. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഒന്ന് സംസാരിച്ച് നോക്കാം, എന്നാ കാര്യം, നമ്മുടെ പ്രകൃതകാരനാണ്, അത് സംസാരിച്ച് നോക്കാം. ഞാൻ സംസാരിക്കാനില്ല. സംസാരിച്ചപ്പോഴാണ് ആ പയ്യൻ പറഞ്ഞ ഒറ്റ ചോദ്യം, ഈ അപ്പനും അമ്മയും സമാധാനത്തോടെ ജീവിച്ച് കണ്ടാൽ മതി ഒരു ദിവസം, എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചോളാം. അവർ രണ്ടുപേരും കൂടെ സ്നേഹത്തിൽ ജീവിക്കുന്നത് ഒരു ദിവസം ഒന്ന് കണ്ടാൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഞാൻ കല്യാണം കഴിച്ചോളാം. അപ്പൊ ഞാൻ ചോദിച്ചു, ആരാ പ്രശ്നക്കാരൻ? അയ്യോ മമ്മി, എന്തോ പ്രശ്നം. എൻ്റെ അങ്കിളിനൊക്കെ അടുത്ത് എന്ത് സോഫ്റ്റ് ആയിട്ട് ഇടപെടുന്നത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതുപോലെ വീട്ടിൽ ഇടപെട്ടായിരുന്നെങ്കിലോ എന്ന് എൻ്റെ മമ്മിയെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്തു, ചിന്തിച്ചിട്ടുണ്ട്. ആ മോൻ പറഞ്ഞ കാര്യമാണ്, നിങ്ങളെയൊന്നും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ പിള്ളേർ നമ്മളുടെ വാക്കുകളെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ആക്ഷൻസാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇപ്പം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്, ആദ്യം താമസിച്ചിരുന്നത്, അത് മീൻസ് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീട് റോഡ് സൈഡിലാണ്. ഒരു സൈഡിലൂടെ റോഡ് പോകും, മെയിൻ ഹൈവേ പോകും, ഒരു സൈഡിലൂടെ റോഡ് പോകും, ഇപ്പുറത്തൂടെ ചെറിയൊരു റോഡുണ്ട്. അപ്പം അതിന് നടുക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ റോഡിലുള്ളവർ കേൾക്കും. അപ്പം എൻ്റെ മോനോട് ഇനി പറയാം, ഒരു 10-15 വയസ്സിന് മുമ്പോ 10 വർഷം മുമ്പ് സംഭവം പറയാം, മിണ്ടരുത്, നീ എന്തോ ഒച്ചത്തില പറയാം, നാട്ടുകാർ കേൾക്കത്തില്ല, അതുവഴി പോകുന്നതിന് കേൾക്കത്തില്ല, പാസ്റ്ററുടെ വീട്ടിൽ ഇത്ര ഒച്ച കേൾക്കാൻ പറ്റുള്ളൂ, അതൊക്കെ പാടില്ല, നീ മിണ്ടാതിരിക്കണം. ഇവനൊക്കെ കേട്ട് മിണ്ടായിരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ തോണ്ടിയിട്ട് പോയി എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ ഇത്ര ഒച്ചത്തിൽ പറയേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ശരി കേൾക്കാം. അപ്പൊ ഞാൻ അവിടെ ഇല്ലാത്ത സമയത്താണ് ഈ സംഭവിച്ചത്. എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഞാൻ ഈ ഫോണിൽ കൂടെ ഭയങ്കര ചിരിയായി. എന്നാൽ എന്നോട് പറഞ്ഞു, അച്ഛൻ ചിരിച്ചു, അച്ഛൻ ഇപ്പൊ ചിരിച്ചു, കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ എന്ത് ചെയ്യും മനസ്സിലാകും. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ്, നീ ഇത്ര ഒച്ച പറയേണ്ട എല്ലാ കാര്യവും ഉണ്ടോ, അവന് ചെവി കേൾക്കാന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഞാൻ അവരോട് പറഞ്ഞു, പിന്നെ നീ ഓർക്കണം, നമ്മളുടെ വാക്കുകളെക്കാട്ടിലും കൂടുതൽ നമ്മുടെ ആക്ഷൻസ് ആണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ശ്രദ്ധിക്കുന്നത്. ഇവിടെ രണ്ടുപേരും, ഈ ഹന്നയും എൽക്കാനയും വളരെ സ്നേഹത്തിൽ ജീവിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു, ശമൂവേൽ എന്ന് പറയുന്ന ഒരു വിശ്വസ്ത പ്രവാചകൻ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ചെറിയ ചെറിയ സൗന്ദര്യ പടക്കങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം ഇല്ലെങ്കിൽ പ്രശ്നമാണ്, ഇല്ലെങ്കിൽ എന്തോ സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട്. കാരണം രണ്ട് സാഹചര്യത്തിൽ ജനിച്ചവർ, രണ്ട് സാഹചര്യം ജീവിച്ചു വളർന്നവർ, രണ്ട് ടെമ്പർമെന്റ് ഉള്ളവർ, രണ്ട് മൈൻഡ് സെറ്റ് ഉള്ളവർ, രണ്ട് സംസ്കാരത്തിൽ ജനിച്ചവർ ഒക്കെ ആകുന്നതുകൊണ്ട് എന്തുണ്ടാകാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും പ്രശ്നങ്ങളും ഉണ്ടാകാം. അത് നാച്ചുറലാണ്, അങ്ങനെ ഉണ്ടാകണം. ഉണ്ടായാലാണ് ഹൃദയത്തിൽ കുറച്ചുകൂടെ അടുപ്പം വരികയും സ്നേഹം കൂടുകയും ചെയ്യും. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യരുത്, അറിയില്ല, അതാഴ്ചയിൽ അറിയരുത്. ചിലപ്പോൾ അറിയുമായിരിക്കാം, പക്ഷെ അറിയാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ചെയ്യണം. ഇപ്പൊ ശമൂവേൽ ഏറ്റവും ഭംഗിയുള്ള ഒരു മകനായിട്ട് ജനിക്കാൻ കാരണം അവരുടെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇത് രണ്ടും ആയതുകൊണ്ട് മൂന്നാമതൊരു കാര്യം കൂടെ സംഭവിച്ചു. എന്താ അറിയാം, അവിടെ പ്രാർത്ഥന. ഹന്നയുടെ പ്രാർത്ഥനയുടെ 5-6 പെർസ്പെക്റ്റീവ് ഞാനൊന്ന് പറയാൻ പോകാം, ഒരു കാഴ്ചപ്പാട് പറയാൻ പോകാം. ഒന്നാമത് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമത് ഹന്നയുടെ പ്രാർത്ഥന 10ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. 10ാമത്തെ വാക്യം, അവൾ മനോദർശനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച് വളരെ
ഒന്നാമത്തെ കാര്യം അവിടെ ഒരു പദം മാത്രമാണ് ഞാൻ എടുക്കാനായിട്ട് പോകുന്നത്. അവൾ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? മനോവ്യസനത്തോട് പ്രാർത്ഥിച്ചു. എന്ത് മനോവ്യസനം എന്ന് പറയുന്നത്? ഇനി നിങ്ങൾ ആ ബൈബിളിൽ ഒന്ന് വായിക്കുക. ഞാൻ കുറേ വാക്യങ്ങൾ പറയാൻ പോവാം. എത്ര പ്രാവശ്യം ഈ മനോവ്യസനം എന്നുള്ള പദം ആവർത്തിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ വ്യസനം എന്ന പദം ആവർത്തിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രാവശ്യം 6-ാം വാക്യം. 6-ാം വാക്യത്തിൽ വായിക്കുന്നത് അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം. അപ്പോൾ ഒന്നാമതൊരു വ്യസനം അവിടെ കാണാം. പിന്നീട് 8-ാം വാക്യം, നീ വ്യസനിക്കുന്നത് എന്ത്? നീ വ്യസനിക്കുന്നത് എന്ത്? മൂന്നാമത് അതിൻ്റെ 15-ാമത്തെ വാക്യം. അവിടെയും ആവർത്തിക്കുകയാണ്, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീ. നാലാമത് 16-ാമത്തെ വാക്യം, എൻ്റെ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം കൊണ്ട്. എത്ര പ്രാവശ്യം ഈ പദമുണ്ട്? 4 പ്രാവശ്യം. 4 5 5 5 5 അല്ലെങ്കിൽ 4 4. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു? 4 പ്രാവശ്യം ആവർത്തിക്കുക. എന്ത് ഈ വ്യസനം എന്ന് പറഞ്ഞാൽ? അവൾ പ്രാർത്ഥിച്ചപ്പോൾ മനോവ്യസനത്തോടുകൂടി പ്രാർത്ഥിച്ചു. എന്താ മനോവ്യസനത്തോടുകൂടി പ്രാർത്ഥിക്കാൻ? ഇപ്പൊ നമ്മുടെ സങ്കടം ഒരാളോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത സങ്കടങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഭർത്താവിനോട് പോലും ചില സമയത്ത് നമുക്ക് ആ സങ്കടം പറയാൻ പറ്റില്ല. പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? മനസ്സിലാക്കില്ല. കേൾക്കത്തില്ലെന്നുള്ളതല്ല, അല്ലെങ്കിൽ അവർ അത് ഉൾക്കൊള്ളത്തില്ലെന്നുള്ളതല്ല, അവർക്ക് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രത്യേകമായ വൈകാരികമായ രംഗങ്ങളൊന്നും ഭർത്താക്കന്മാർക്ക് അതേ അർത്ഥത്തിൽ മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആരോട് പറയും? ഓ, ഈ അച്ഛനോട് പറഞ്ഞൊരു കാര്യമൊന്നും ഇല്ല. പിന്നെ ആരോട് പറയും? ദൈവത്തോടല്ലാതെ പറയുന്നത്. അത് പറയുന്നത് എങ്ങനെയാണ്? ഹൃദയം ഉള്ളുരുകിയാണ് പറയുന്നത്. ഏറ്റവും വലിയ മനോവ്യസനത്തോടെയാണ്. ഞാൻ അതിനെ ഒരു ബൈബിൾ ഉദാഹരണം തെളിയിക്കാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവിടെ ഹാഗാറിൻ്റെയും പൈതലിൻ്റെയും പ്രാർത്ഥന കാണാൻ പറ്റും. രണ്ടുപേരുടെയും പ്രാർത്ഥന. ഇതിന് താരുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്നറിയോ? ഹാഗാറിൻ്റെ ആണോ? ആരുടെ കരച്ചിലാണ് ദൈവം കേട്ടത്? ആരുടെ പ്രാർത്ഥന ദൈവം കേട്ടത്? തർക്കിക്കണ്ട, നമുക്ക് നോക്കാം. ഈ രണ്ടുപേരുടെയും പ്രാർത്ഥന എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാകില്ല ആരുടെ പ്രാർത്ഥന ദൈവം കേട്ടത്. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം. അവിടെ ഹാഗാറിന്റെ പ്രാർത്ഥന എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹാഗാർ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ച് നമുക്ക് വരാം. അതിൻ്റെ 16-ാം അധ്യായം, അതിൻ്റെ 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. അബ്രഹാം സാറയോട്, നിന്റെ ദാസി നിന്റെ കയ്യിൽ ഇരിക്കുന്നു, ഇഷ്ടം പോലെ അവളോട് ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ടോടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിന്റെ അരികെ സൂര്യനെ പോകുന്ന വഴിയിൽ നീരുറവിന്റെ അരികെ വെച്ച് തന്നെ അവളെ കണ്ടു. ഇനി 21-ാം അധ്യായത്തിലേക്ക് വരാം. ഹാഗാറിനെ ഇറക്കിവിട്ട സംഭവമാണ് 16-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ഇനി 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അവരുടെ കണ്ണുനീരിന്റെ കാര്യം കാണുന്നത്. അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. 21-ാം അധ്യായം 16. ദൂരത്തിരുന്ന് കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെയിരുന്നു. ഹാഗാറിന്റെ പ്രാർത്ഥന എന്താ? കുട്ടിയുടെ മരണം കാണണം. അപ്പൊ ഇവിടെ കണക്കൂട്ടിയത് എങ്ങനെയാണ്? കുട്ടി മരിച്ചു പോകും, ആ മരണം എനിക്ക് കാണാൻ കഴിയില്ല. തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 17-ാം വാക്യം. അതിന്റെ ഹാഗാറിന്റെ നിലവിളി കേൾക്കാൻ ഹാഗാറിന്റെ നിലവിളിയും ഹാഗാർ ദൈവത്തിൽ പറഞ്ഞ വിഷയവും ബാലൻ പറഞ്ഞ വിഷയവും തമ്മിൽ എന്നുണ്ട് വ്യത്യാസമുണ്ട്. അവിടെ മനോവ്യസനത്തോടെ ആരാ പ്രാർത്ഥിച്ചത്? ഉൽപ്പത്തി 21-ൽ ആരാ പ്രാർത്ഥിച്ചത്? മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചാരാ? ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ വായിച്ച 2 വാക്യങ്ങൾ നിങ്ങൾക്ക് 21-ാം അധ്യായം
21 അധ്യായം, അതിൻ്റെ ഞാൻ പറഞ്ഞ വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. 21 അധ്യായം 16 വാക്യം, 16 വാക്യം. ഹാഗാറിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? എൻ്റെ മകന്റെ മരണം എനിക്ക് കാണണ്ട. പക്ഷേ 17 വാക്യത്തിൽ വായിക്കുന്നതോ, ദൈവം ബാലന്റെ നിലവിളിക്കും. ബാലൻ എന്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നത്? വെള്ളത്തിന് വേണ്ടി മാത്രം. ഹാഗാറോ, എനിക്ക് എൻ്റെ മരണം കാണും, മകന്റെ മരണം കാണില്ല. ഇന്നത്തെ പ്രശ്നം എവിടെയാണ് അവതരിപ്പിച്ചു? നമ്മൾ പ്രോബ്ലം അവതരിപ്പിക്കത്തില്ല. നമുക്ക് മനോവ്യസനമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ റിയൽ പ്രോബ്ലം ആരടുത്ത് പറയത്തില്ല, ദൈവത്തിനടുത്ത് പറയത്തില്ല. അത് കർത്താവ് ഗ്രഹിച്ചോളൂ, അത് കർത്താവ് മനസ്സിലാക്കിക്കോളൂ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇത്രയും പ്രാർത്ഥിക്കുന്നില്ലേ, ഇത്രയും കരയുന്നില്ലേ? പക്ഷെ നിങ്ങൾ കരയുന്ന എന്തോ യഥാർത്ഥ പ്രശ്നമായിട്ടല്ല നിങ്ങൾ കരയുന്നത്. യഥാർത്ഥ പ്രശ്നം ദൈവത്തിന് മുമ്പാകെ പറഞ്ഞല്ല കരയുന്നത്. എൻ്റെ മകൻ പ്രയാസമുള്ള ആളാണ്, എൻ്റെ മകൾ പ്രയാസമുള്ള ആളാണ്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവൾ ആത്മീയമായി ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. ആ എക്സാക്ട് ദുഃഖമായിട്ടാണ് നിങ്ങൾ എവിടെ വരണ്ടേ? ദൈവസന്നിധി വരണ്ടേ. അല്ലാതെ കർത്താവെ അവനെ ഈ രീതിയിൽ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞല്ലാണ്ട് നമ്മുടെ റിയൽ പ്രോബ്ലവുമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരണം. മനോവ്യസനത്തോട് വരിക പറഞ്ഞതാണ്. നമ്മുടെ റിയൽ പ്രോബ്ലം ആരുടെ മുമ്പിൽ അവതരിപ്പിക്കണം? ദൈവത്തിന് മുമ്പിൽ. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ള ഇംഗ്ലീഷ് പാട്ടിന്റെ പരിഭാഷയിൽ മലയാളത്തിൽ ഇങ്ങനെ പാടുന്നത്, യേശുവോട് പറയായ മൂല്യം അത്ര സർവ്വം. ഓൾ ബിക്കോസ് യു ഡു നോട്ട് ക്യാരി എവറിഥിങ് ടു ക്യാൻസൽ യുവർ പ്രയർ. സകലവും നമ്മൾ ദൈവത്തിന് മുമ്പാകെ പറയാത്തതുകൊണ്ടാണ് സകലവും. നമ്മൾ പറഞ്ഞാൽ സാധിക്കാത്ത വലിയ കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ല എൻ്റെ സംഭവം. എനിക്ക് ആരോടും പറയാനില്ല. ആരോടെ പറഞ്ഞു? കർത്താവെ അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. സ്വർഗത്തിലെ ദൈവം ചെയ്തു. അതായത് നമ്മുടെ സങ്കടങ്ങൾ ആരോട് പറയാത്ത സങ്കടങ്ങളും ആരെടുത്ത് പോയി പറയാം? കർത്താവിനടുത്ത് പറയാം. അത് പറയുമ്പോൾ ഞങ്ങൾക്ക് റൂമുണ്ട്, പ്രെയർ റൂമാണ്. ആ റൂമിനകത്ത് കയറിയാൽ പിന്നെ എനിക്ക് ഫോൺ കോൾ വരത്തില്ല, എടുക്കത്തില്ല, ഫോൺ എടുക്കത്തില്ല, ആരും ശല്യം ചെയ്യത്തില്ല. അവിടെ പ്രാർത്ഥന പവർഫുള്ളാണ്. അതിനകത്ത് കയറിയിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റുള്ളവർ പുറത്തായിരിക്കും. ഞങ്ങൾ 4 പേര് പേഴ്സണൽ പ്രെയർ ചെയ്യുന്ന റൂമാണ് അവിടെ. അതിനുവേണ്ടിയുള്ള റൂമാണ്. നമുക്ക് ഡൈനിങ് റൂമുണ്ട്, മെസ് റൂമുണ്ട്, ഗസ്റ്റ് റൂമുണ്ട്. പക്ഷെ വീട് പണിയുമ്പോൾ എന്തില്ല? പ്രാർത്ഥന മുറിയില്ല. ഞങ്ങൾക്ക് അവിടെ വീട് പണിയുമ്പോൾ പൂജാമുറി എന്നൊരു വീടുണ്ട്. പൂജാമുറി എല്ലാ കന്നഡ വീടുകളിലും പൂജാമുറിയുണ്ട്. അത് വേറെ ഒന്നും ചെലവഴിക്കത്തില്ല. പൂജാമുറി നമ്മുടെ പ്രാർത്ഥനാ മുറി. ഇപ്പം നമുക്കങ്ങനെ മുറി ഇല്ലെങ്കിൽ പോലും നമുക്കത് മുറിയായിട്ട് രൂപാന്തരപ്പെടുത്താനായിട്ട് സാധിക്കും. വ്യസനത്തിന്റെ കാര്യം അവിടെ പറയാം. രണ്ടാമത്തെ കാര്യം നമുക്ക് നോക്കാം. 13-ാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ കൺസെപ്റ്റ് 13-ാമത്തെ വാക്യം. 1 ശമൂവേൽ 1:13. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനില്ല. രണ്ടാമത്തെ ഹന്നയുടെ പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിച്ച്? ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ ഹൃദയം കൊണ്ട്? ഈ ഉണ്ടോ? നമ്മുടെ അധരങ്ങളൊന്നും അനങ്ങുന്നില്ല. ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ നടത്താണ് മനസ്സിലാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം ഇങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് നമ്മൾ ഇരിക്കുകയാണ് ദൈവസന്നിധിയിൽ. തൊട്ടടുത്തിരിക്കുന്ന ആളെന്ന് മനസ്സിലാക്കണമെന്നില്ല. ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ആൻറ്റിക്ക് അന്ന് രോഗം ഉണ്ടാകുന്ന സമയത്ത് 69 വയസ്സുണ്ട്. ക്യാൻസർ ബാധിച്ചു. റീത്ത ആന്റണി എന്നാണ് പേര്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ഞങ്ങളുടെ കൂടെ പ്രവർത്തനത്തിന് വന്നാണ്. ഈ റീത്ത ആന്റിയുടെ ഹസ്ബൻഡ് 75 വയസ്സുള്ള ഒരു അച്ഛനാണ്. ഞാനും അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ സുരക്ഷ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങളുടെ സഭയിൽ വീട് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആന്റിക്ക് രോഗമായി, ക്യാൻസറാണ്. ബ്രസ്റ്റിലാണ് ക്യാൻസർ. ഒരു ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞു. രോഗിയെ കോവിഡ് സമയത്താണ് ഏറ്റവും കൂടുതൽ ഈ ആളിനെ കൊണ്ട് ഞാൻ പോകുന്നത്. ഞാനാണ് മിക്കവാറും സമയങ്ങളിൽ വണ്ടി ഓടിച്ച് മംഗലാപുരത്ത് ഹോസ്പിറ്റലിൽ. കോവിഡ് ആയതുകൊണ്ട് എല്ലാവരും മാസ്ക് ധരിച്ചിരിക്കുക. അപ്പം ഞങ്ങൾ ചെല്ലുന്നത് 70 കിലോമീറ്റർ ദൂരെ നിന്നാണ്. അവിടെ ചെല്ലുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി കൂപ്പൺ ആദ്യം വരുന്നവർക്കാണല്ലോ ടോക്കൺ. ഞങ്ങൾക്ക് ടോക്കൺ മിക്കവാറും 35-40 ഒക്കെയാണ്. ഈ ആൻറ്റിക്ക് അത്ര സമയം ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഹൃദയത്തിൽ മുഴുവൻ പ്രാർത്ഥിക്കണം.
കാരണം മാസ്ക് കാണാൻ വെച്ചുകൊണ്ട് അധരം കാണുന്ന ആരും കാണത്തില്ല. തൊട്ടടുത്ത് ഇതുപോലെ ക്യാൻസർ പേഷ്യൻ്റ് വന്നിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലും ഞങ്ങൾ കണ്ടത് ഒരു 6 or 7 കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഞങ്ങളെ വിളിക്കും, ഈ ആൻറ്റിയെ വിളിക്കും, പേര് പറഞ്ഞ് വിളിക്കും. ഞങ്ങൾ അതിശയിച്ചിട്ടുണ്ട് എന്താ സംഭവിക്കുന്നത്. എന്താണെന്നറിയാമോ? ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേ, ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴേ 4 പേരാണ് പോകുന്നത്. ഞാനും എൻ്റെ വൈഫും ആൻറ്റിയും ആൻറ്റിയുടെ മോളും കൂടെ പോകുന്നത്. ഞങ്ങൾ പോകുന്ന ഉടനെ വണ്ടിയെ പ്രാർത്ഥന തുടങ്ങും, കർത്താവേ ചെല്ലുമ്പോൾ 40 ആയിരിക്കും കൂപ്പൺ കിട്ടുന്നത്, ഞങ്ങളൊരു 5 or 6 ആകുമ്പോൾ എന്ത് ചെയ്യണം, വിളിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങളോട് ചെല്ലും. അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഇരിക്കുമ്പോഴും ഞങ്ങളുടെ അധരം അനങ്ങാതെ ഞങ്ങളുടെ ഹൃദയം മനോവ്യസനത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ആ നേഴ്സിനൊന്ന് കരുണ തോന്നണമേ, അകത്തിരിക്കുന്ന ഡോക്ടറിനൊന്ന് കണ്ണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. പുറത്താരോട് പറയാൻ പറ്റത്തില്ല. കാരണം 40ാമത്തെ ടോക്കൺ കിട്ടിയ ഒരാളിനെ 5ാമത് വിളിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. പല സന്ദർഭങ്ങളിലും അത് സാധ്യമായത് ഹൃദയം മുമ്പാകെ, ദൈവത്തിന് മുമ്പാകെ നെടുവേർപ്പെടുമ്പോൾ, വേദനകൾ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ, ആരും കാണാൻ നമ്മുടെ ഏകാന്തതകൾ ദൈവസന്നിധിയിൽ ഒരു അലർച്ചയായിട്ട് ഹൃദയം തകർന്ന് നമ്മൾ നിലവിളിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം കേട്ട് മറുപടി തരുമെന്നുള്ളതിന് യാതൊരു സംശയം. ഈ കുടിയാന്മലയിൽ ഒരു സഹോദരിയുണ്ട്, ക്ലാരമ്മ എന്ന സഹോദരി, നിങ്ങൾ കേട്ടതാണ്. ആ സഹോദരി കഴിഞ്ഞ ആഴ്ച ഞാൻ ആ സഹോദരി ഇന്റർവ്യൂ ചെയ്യായിരുന്നു, യൂട്യൂബിൽ അതിൻ്റെ ലിങ്ക് കണ്ടു. അപ്പോൾ ആ സഹോദരി പറഞ്ഞൊരു അനുഭവം എന്നെ ഭയങ്കരമായിട്ട് 24 വർഷമായി നടു തളർന്ന് ഒരേ കിടപ്പ് കിടക്കുക. വല്ലപ്പോഴും എഴുന്നേറ്റൊന്ന് ഇരുത്തും മക്കളിൽ. ഈ സഹോദരിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അത്ഭുതമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നടുവിൽ തളർന്നു കിടക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ വെള്ളമില്ല, കിണറ്റിൽ വെള്ളമില്ല. അപ്പോൾ ഈ തൊട്ടു മുകളിൽ ഒരു വീടുകാരെ കിണർ കുഴിച്ചത് കൊണ്ടാണ് ഇവർക്ക് വെള്ളമില്ലാത്തത്. ആ വരുന്ന ചാല് തന്നെ അവിടെ ഒരു സ്ഥലം നോക്കിയിട്ട് അവിടെ എന്ത് ചെയ്തു, കിണർ കുഴിച്ചു. അപ്പോൾ ഇവർക്ക് വെള്ളമില്ല. ഈ സഹോദരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉറക്കെ പ്രാർത്ഥിച്ചാൽ ആര് കേൾക്കും? തൊട്ടടുത്ത് വീട്ടുകാർ കേൾക്കും. അവിടെ ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്തു? ഹൃദയത്തിൽ നെടുവീർപ്പോടെ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ വർഷം അവരുടെ കിണറ്റിൽ വെള്ളമില്ല, ഈ കിണറ്റിൽ വെള്ളം. ദൈവം അങ്ങനെ പ്രവർത്തിക്കും. ഭയങ്കര അത്ഭുത പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയ നുറുക്കത്തോടെ, നമ്മുടെ ഏറ്റവും വലിയ സങ്കടത്തോടെ, ഏറ്റവും വലിയ വിഷമത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ മുട്ട് മടക്കുമ്പോൾ ദൈവം തമ്പുരാൻ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ഇറങ്ങി വരും. സംശയമുണ്ടോ? ഇത് ശദ്രക്ക് മേശക്ക് അഭിനവന്റെ കാലത്ത് നടന്ന സംഭവം പോലെ അതുപോലെ മിറക്കിൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് സാധിക്കും. ദൈവം ഇന്നും കൈ കുറുതായി പോയിട്ടൊന്നുമില്ല. ദൈവത്തിന്റെ കൈ കുറുതായി പോയിട്ടുണ്ടോ? ഇല്ല. പ്രവർത്തിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല എന്ന് നമ്മളത് വിശ്വസിക്കണം. ഇന്നും ദൈവത്തിന് പ്രവർത്തിക്കാം. എങ്ങനെ? പുറത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ലാത്ത സങ്കടമാണ് അവൾ ചെയ്തതെന്ന്. അവൾ ഹൃദയം കൊണ്ട് സംസാരിക്കുകയായിരുന്നു. ആരോട്? ദൈവത്തോട്. തുറന്ന് പറയണം, സങ്കടങ്ങൾ മുഴുവൻ പറയണം. മൂന്നാമത് അവിടെ പ്രാർത്ഥനയുടെ മറ്റൊരു ദൃഷ്ടി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിന്റെ 15ാം വാക്യമാണ്. 15ാം വാക്യത്തിന്റെ അവസാന ഭാഗം. ഉത്തരം പറഞ്ഞത്, അങ്ങനെയല്ല യജമാനനെ, ഞാൻ മനോരഥമുള്ളവരെ ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുക അത്ര ചെയ്തു. അപ്പൊ ആദ്യം ഹൃദയം കൊണ്ട് സംസാരിച്ചു നമ്മൾ കണ്ടു. ഇപ്പൊ മൂന്നാമത്തെ പദപ്രയോഗം എന്താ? ഹൃദയം പകർന്നു. ഇതെങ്ങനെ ഈ ഹൃദയം പകരാൻ വെള്ളമാണോ ഹൃദയം? എന്താ ഇവിടെ ഹൃദയം പകർന്നു എന്ന് പറഞ്ഞാൽ? നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ഈ പകരുക. ഒരു പാനീയത്തിന് മാത്രം എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പകരാൻ പറ്റും. വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു, അടുത്ത ഒരു അതിലേക്ക് പകരുകയാണ്. ഈ ഹന്ന പറയാണ്, ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ. ഈ ഏലിക്ക് മനസ്സിലായിട്ടില്ല. ഏലി അവളെ എന്ത് ചെയ്തു? തെറ്റ് തിരിച്ചു. വീഞ്ഞ് കുടിച്ചിട്ടാണ്, മദ്യം കുടിച്ചിട്ടാണ് വന്നത് എന്ന് പറഞ്ഞ് ഇവള് അധരം അനങ്ങുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കളിയാക്കി. പക്ഷെ അവൾ പറയാണ്, അയ്യോ അങ്ങനെ ചെയ്യരുത്, ഞാൻ യഹോവയുടെ സന്നിധിയിൽ ഹൃദയം പകരുകയാണ്. ഇതിനും പഴയ നിയമത്തിലൊരു ഉദാഹരണം ഞാൻ കൊണ്ടുവരാം. യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 6ാം അധ്യായത്തിൽ വലിയൊരു വിജയം ഉണ്ടായി. എന്തായിരുന്നു? എരിഹോ മതില് തകർന്നു. അവർക്ക് ഭയങ്കര വിജയം വരിച്ചു. അത് കഴിഞ്ഞ് 7ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ എന്താ? ഹായി പട്ടണം പിടിക്കാൻ പോയി, തോറ്റു തുന്നം പാടി തിരിച്ചു വരിക. ഉടനെ യോശുവ എന്ത് ചെയ്തു? പാളയം കിടക്കുക, നെടുമ്പാട് ഒരു കിടക്കുക.
നെടുമ്പാട് വീണ് കിടന്നിട്ട് മണ്ണ് വാരി തൻ്റെ തലയിലിട്ട്. ഉടനെ ദൈവം ചോദിക്കുകയാണ്, നീ എന്തിനാ കരയുന്നത്? പാളയത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. ആ പാപം എന്ത് ചെയ്യണം? ഏറ്റു പറയണം. എന്നാൽ അവിടെ യോശുവ പറയുന്ന ഒരു പദമാണ് ഇങ്ങനെയാണ്, എൻ്റെ ഹൃദയം ഞാൻ യഹോവയുടെ സന്നിധിയിൽ പകരുക എത്രേ ചെയ്തു. എങ്ങനെ ചെയ്ത്? നെടുമ്പാട് വീണ് കിടക്കുക. ഹൃദയം പകരുക എന്ന് പറഞ്ഞതാണ്. നമ്മുടെ ദൈവസന്നിധിയിൽ നിലത്തിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പൊ നമുക്കൊന്നും പറ്റത്തില്ല, കാരണം കസേരയുണ്ട്. ഉണ്ണിക്കുഞ്ഞാനോടെ ഞാൻ കണ്ടു നിലത്തിരുന്നാണ് കുടുംബ പ്രാർത്ഥന. ഞങ്ങളോടെയും നിലത്തിരുന്ന ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യും. ചർച്ചിലും ഞാൻ നിലത്തേയിരിക്കും. എന്നെക്കാളും പ്രായമുള്ളവരൊക്കെ കസേരയിരിക്കും. പക്ഷെ ആരാധന സമയങ്ങളിലും വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകളെല്ലാം ഞാൻ നിലത്തേയിരിക്കും. ചിലത് കാണുന്ന അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നിലത്തിരിക്കുമ്പോൾ കസേരയിരിക്കാൻ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊന്നും പ്രശ്നമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്യുള്ളൂ? നിലത്തേരിക്കുള്ളൂ. അതിനൊരു അർത്ഥമുണ്ട്. എന്താ അറിയാം, നമ്മൾ നെടുമ്പാട് വീട് കിടക്കുന്നത് ദൈവമുമ്പാകെയാകുമ്പോൾ നമ്മുടെ ആ ഭാരം മുഴുവൻ ദൈവത്തിന് മുമ്പാകെ എന്ത് ചെയ്യുക? പാസിറ്റ് ഓൺ ചെയ്യുക. അങ്ങനെ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്കും ദൈവം എനിക്ക് മറുപടി നൽകിയിട്ടുണ്ട്. നെടുമ്പാട് വീട് കിടന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു കസിനുണ്ട്, അവൾ ലുധിയാന ഹോസ്പിറ്റലിൽ MBBS പഠിക്കും. അപ്പോൾ അവൾ ഇടയ്ക്ക് ഇങ്ങനെ വരും, അച്ഛനെ എന്നെ കാണാൻ വേണ്ടി വരും. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ കാണാൻ വേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവളോട് പറഞ്ഞു, എൻ്റെ വൈഫിനോട് പറഞ്ഞു, അച്ഛൻ ഞാനിപ്പോൾ പുതിയ ടെക്നോളജി കണ്ടെത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, നല്ല കാര്യം പറഞ്ഞാട്ടെ. അവൾ പറഞ്ഞു, അച്ഛൻ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, പ്രെയർ പോയിന്റ്സ് ഇങ്ങനെ പേപ്പറിനകത്ത് എഴുതി ഇങ്ങനെ വെക്കും. എന്നിട്ട് ഞാനൊരു കവറിനകത്ത് വെക്കും. അതിന് മേൽ കൈ വെച്ചിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ 3rd year വരെ കംപ്ലീറ്റ് ചെയ്തു. എന്നെക്കാളും മിടുക്കരോടുള്ള ബന്ധത്തിൽ ഈ പ്രാർത്ഥന എനിക്ക് എന്ത് ചെയ്തു? ഭയങ്കര പ്രയോജനമായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനും അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഭാര്യ അവളോട് പറയാം, ഈ അച്ഛനാണോ, അച്ഛേ നിന്റെ അച്ഛൻ അങ്ങനെ എഴുതി വെക്കേണ്ടെന്ന് ആവശ്യമില്ല. നിന്റെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞാൽ മതി, ദൈവം എന്ത് ചെയ്യും? ഇറങ്ങി വരുന്നു. എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഭാര്യ അവളോട് പറയാണ്, നിന്റെ അച്ഛനെ, എൻ്റെ ഫസ്റ്റ് കസിനാണ്, നിന്റെ അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞാൽ മതി, കണ്ണ് നിറഞ്ഞ് ചങ്ക് തകർന്നാൽ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ഒരു സംശയമില്ല. അതെ, ഞാൻ അഭിമാനമായിട്ട് ഞാൻ പറയുന്നത്. ഞാനത് ഒരു സംഭവം അത് കാണിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഓരോരുത്തരുടെയും ചങ്കെന്ന് തകർന്ന് നിലവിളിക്കുമ്പോൾ ദൈവത്തിന് അവിടെ ഇരിക്കാനായിട്ട് കഴിയില്ല. 2 കുരുടന്മാർ വഴിയരികെ നിലവിളിക്കുക. അവർ ചോദിക്കുകയാണ്, അയ്യോ ദാവീദുപുത്ര, ഞങ്ങളോട് കരുണ പറഞ്ഞു. മുമ്പിൽ നടക്കുന്നവരെന്ന് പറഞ്ഞു, മിണ്ടരുത്, എന്ത് ഈ സംഭവം? അവർ മുന്നടക്കുന്നവർ അവനെ വിലക്കി. അടുത്ത വായിക്കുന്ന ലൂക്കോസ് വായിക്കുന്ന കാര്യം, അവൻ അതിനേക്കാൾ ഉച്ചത്തിൽ എന്ത് ചെയ്തു? നിലവിളിച്ചു. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് നിന്നു. അടുത്ത പദം തിരിഞ്ഞു. അടുത്ത പദം, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു? നമ്മുടെ കരച്ചിന് മുമ്പിൽ എന്ത് ചെയ്യും? കർത്താവ് നിൽക്കും, കർത്താവ് തിരിയും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, നിന്റെ ആവശ്യം എന്താണ് എന്ന് കർത്താവ് എന്ത് ചെയ്യും? ചോദിക്കും. ഞങ്ങളുടെയൊക്കെ ലൈഫ് പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ അതിശോക്തിയായിട്ട് വിചാരിക്കും, പക്ഷേ അത് ഏറ്റവും വലിയ അനുഭവം. ഞാൻ അതെല്ലാം ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ ലൈഫിലെ മിറക്കിൾ, അത് മിറക്കിൾ. സുവിശേഷ വേല ചെയ്യുന്ന ചെറുപ്പക്കാർ, ചെറിയ സാർ പറഞ്ഞ പോലെ 2 ടൈപ്പ് ആളുകളാണ്. ഒന്ന്, കർത്താവ് വിളിച്ചിട്ടിറങ്ങിയവരും കർത്താവിനെ വിളിച്ചിട്ടിറങ്ങിയവരും. കർത്താവ് വിളിച്ചിട്ടിറങ്ങിയവര് അവരുടെ ഒറ്റ ആവശ്യം പോലും എന്ത് ചെയ്യില്ല? മനുഷ്യരോട് പറയില്ല. പിന്നെ ആരോട് പറയും? വിളിച്ച ദൈവത്തോട് പറയാം. കാരണം വിളിച്ച അവിടെ നിന്നാണ്. മനുഷ്യരല്ല നമ്മളെ വിളിച്ച, അതല്ലേ മനുഷ്യരോട് പറയാം. ഉണ്ണിക്കുഞ്ഞാനോട് ഞാൻ പറയാം, എനിക്കൊരു 5000 രൂപയുടെ ആവശ്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ, ഞാനാണോ അതിന് വിളിച്ചത് എന്ന് ഉണ്ണിക്കുഞ്ഞാൻ ചോദിക്കുന്ന ന്യായമാ. മനുഷ്യനോട് നമ്മൾ പറഞ്ഞാൽ അർത്ഥം എന്താണ്? മനുഷ്യനല്ല നമ്മളെ വിളിച്ചത്, പിന്നെ ആരെ വിളിച്ചത്? സ്വർഗത്തിലെ ദൈവമാണ് വിളിച്ചത്. വിളിച്ച ദൈവത്തോട് നമ്മുടെ ഹൃദയം ഒന്ന് പകർന്ന് നോക്ക്. ആ ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. ഇപ്പം നമ്മുടെ ഗ്രൂപ്പില്, ചർച്ച മണ്ണാറക്കുളഞ്ഞി ബ്രദറിന്റെ ചർച്ച ഗ്രൂപ്പില് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വിഷയം വന്നാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇമോജി, കൈയുടെ ഇമോജി ഇടും. തീർന്നു, പരിപാടി തീർന്നു. ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത്, കൈ ഇടുന്നതിന് മുമ്പ് 1 നിമിഷം പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യാവും? കൈ ഇടാവെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞിടത്തും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? പകരണം. 4ാമത്തെ അവരുടെ മെത്തേഡ് നോക്കി, 16ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 16ാമത്തെ വാക്യം, നീച സ്ത്രീയായി വിചാരിക്കരുത്. അവിടുത്തെ 4ാമത്തെ പിക്ചർ കാണാൻ പറ്റും.
അവൾ സംസാരിക്കുമ്പോൾ 2 വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? അടിയന്റെ സങ്കടവും വ്യസനവും, അതിൻ്റെ ആധിക്യം. നമുക്കങ്ങനെ സങ്കടവും വ്യസനത്തിൻ്റെ ആധിക്യം ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ കാര്യമല്ലായിരിക്കാം നമുക്ക് പ്രശ്നം. ഞാൻ ഈയിടെ ഒരു സഹോദരിയെ കണ്ടു. എൻ്റെ അടുത്ത് വന്ന് ആ സഹോദരി കണ്ണ് നിറഞ്ഞ് കരയാണ്. ഞാൻ കരയാതെ കാര്യം പറഞ്ഞില്ല. എൻ്റെ മകൻ രക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു, പക്ഷേ അവൻ പിന്മാറ്റം ചെയ്തില്ല. അവനെ എന്തെല്ലാം പറഞ്ഞിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല, മുമ്പോട്ട് വരില്ല. അവനെ എങ്ങനെ കൊണ്ടുവരണമെന്ന് എനിക്കറിയത്തില്ല. ബ്രദർ എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാം. ആ സഹോദരിയുടെ കണ്ണ് തോർന്നിട്ടേയില്ല. എന്നോട് ഒരു 10-20 മിനിറ്റ് സംസാരിച്ചപ്പോൾ മുഴുവനും ആദ്യം ടിഷ്യൂ ആണ് എടുത്ത് ഉപയോഗിച്ചത്. ആ ടിഷ്യൂ മുഴുവൻ നനഞ്ഞു പോയി. അപ്പോൾ ഈ ഹസ്ബൻഡ് കൊണ്ടുവന്ന് ടവല് കൊടുത്തു. ആ ടവല് എടുത്ത് എന്നിട്ട് സഹോദരി പറഞ്ഞൊരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ്. സഭയിലുള്ളവർ മുഴുവൻ ആ സഹോദരി എന്ത് ചെയ്യുക, കുറ്റപ്പെടുത്തുക. ആ മോൻ അങ്ങനെ പോയതിൻ്റെ പേരിൽ സഭക്കാരെല്ലാം കൂടെ എന്ത് ചെയ്യും, ചിരിക്കും. സഭക്കാരെല്ലാം കൂടെ എന്ത് ചെയ്യും, അവളെ, ആ സഹോദരിയും. അപ്പോൾ ഭർത്താവിന് പിന്നെ അത്രയും വലിയ പ്രശ്നമില്ല, സഹോദരി എല്ലാവരും ഒറ്റപ്പെടുത്തും. ഇത് കാണുന്ന മുഴുവൻ ഏറ്റവും വലിയ സങ്കടമാണ്. ഇങ്ങനെ ചില ആളുകൾ നമ്മുടെ സഭയിലോ നമ്മുടെ ചുറ്റുപാട് സഭയിലോ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും അവരെ നോക്കി എന്ത് ചെയ്യും, ചിരിക്കത്തില്ലായിരിക്കാം, പക്ഷെ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നാലും അവർക്ക് പറ്റിയല്ലോ. ഈ സംഭവം നമ്മുടെ വീട്ടിൽ നടന്നായിരുന്നു, ഈ സംഭവം നമ്മുടെ വീട്ടിൽ നടന്നായിരുന്നു. നമ്മുടെ വേദന എത്രമാത്രമാണ്. അപ്പം മറ്റുള്ളവരുടെ വേദന എൻ്റെ വേദനയായി കണക്കാക്കാൻ പറ്റത്തില്ലാത്തടത്തോളം കാലം വലിയ പ്രശ്നമാണ്. ഇവിടെ സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും ആധിക്യം, അത് ഭയങ്കര സങ്കടമാണ്. അത് ഉള്ളിൽ ഒതുക്കി അത് മുഴുവൻ കൊണ്ടുവന്ന് ദൈവഭാ എന്ത് ചെയ്യും, പറയാം, കർത്താവേ അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഒന്നും സാധ്യമല്ല. അടുത്തൊരു പദമാണ് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചത്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. 17-18 വാക്യങ്ങൾ ഒരുമിച്ചൊന്ന് വായിച്ചു. സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഇസ്രായേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. സ്ത്രീ തന്നെ വലിച്ചു പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ആ വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അവസാനത്തെ വാക്ക് എന്താ വായിക്കുന്നത്? അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. നമ്മുടെ മുഖം കണ്ടാലോ? നമ്മുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ മുട്ട കച്ചവടം നടത്തി, മുട്ട കച്ചവടമാണ് ഏറ്റവും നഷ്ടമുള്ള കച്ചവടം. കാരണം പൊട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലാ ബിസിനസ്സും റിക്കവർ ചെയ്യും. മുട്ട കച്ചവടം നടത്തി മുഴുവൻ പോയി. നമ്മുടെയൊക്കെ മുഖവും ഇരിപ്പും നമ്മുടെ ചർച്ചിലുള്ള നമ്മുടെ ഈ ഇരിപ്പം കഴിഞ്ഞാൽ ഏതോ വലിയ പരാജയത്തിനകത്ത് പെട്ട് എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ. ഇവിടെ വായിക്കുന്നു അവളുടെ മുഖം പിന്നെ എന്നാ കാരണം അറിയാം, പ്രാർത്ഥിച്ചത് ദൈവം എന്ത് ചെയ്തു, കൊടുത്തു എന്നുള്ള ഉറപ്പാക്കി. ആരാ പറഞ്ഞത്? തൊട്ടുപോളി 7 പറയാണ്, നീ സമാധാനത്തോടെ പൊക്കൊള്ളുക, യഹോവ നിന്റെ അപേക്ഷ നിനക്ക് നൽകുമാറാകട്ടെ എന്ന് അനുഗ്രഹിച്ച് വിട്ടപ്പോൾ അവൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പിന്നെ അവളുടെ മുഖം പാടില്ല. ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്തെങ്കിലും ദോഷം ചെയ്യുക? ചില സ്ഥലപ്പാടിൽ പാടുന്നുണ്ട്, ഇന്നുള്ള ശോധന നൽകുന്ന വേദന വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിൽ. അടുത്ത ലൈൻ എഴുതിയിരിക്കുന്നത്, നാടുകൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ യുക്തമായി വ്യക്തമായി കൃപയും കരുതൽ. ഇന്ന് നമുക്കുള്ള വേദനയൊക്കെ ഉണ്ട്, പക്ഷെ ആ വേദനകളൊന്നും എന്നത്തേക്കുള്ള വേദനയല്ല, എന്നത്തേക്കുള്ള വേദനയല്ല. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്, ഒരച്ഛൻ, സദനച്ഛൻ ഞങ്ങൾ വിളിക്കും. ആ അച്ഛൻ എഴുതിയ പാട്ടാണ് ഈ മഴയും തോരാതിരിക്കില്ല എന്ന് എഴുതിയ പാട്ട്. എന്നെ വാളക്കുഴി സ്കൂളിൽ സൺഡേ സ്കൂൾ പഠിപ്പിച്ച അച്ഛനാണ്. ഞാൻ ആ സ്കൂളിൽ പഠിച്ചു പഠിക്കുമ്പോൾ മർത്തോമയിൽ കാറ്റഗിസം ഉണ്ടായിരുന്നു, അതിനാൽ തന്നെ വന്ന് പഠിപ്പിച്ച അച്ഛനാണ്. അപ്പം ഞങ്ങൾ ഇപ്പോഴും ആ ബന്ധമുണ്ട്. അച്ഛൻ എഴുതിയ പാട്ടാണ് ഒരു മഴയും തോരാതിരിക്കില്ല. ഒരു കഷ്ടതയും ഇവിടം കൊണ്ട്
അന്ന് നമ്മളെ കൊന്നു തീർക്കുന്നിടം വരെ ഇല്ല. അതിനെല്ലാം എന്തുണ്ട്? ഒരു സമയബന്ധിതമാണ്. നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയാൽ എന്തെങ്കിലും സങ്കടമുള്ള ഒരാളാണ്. അത്രയും നല്ല ചിരിക്കുന്നൊരു മുഖത്തോടുകൂടി ഇരിക്കുന്ന ഒരാളാണ്. എന്ത് ഇനി ഞാൻ പറയാൻ പോകും. ഈ ലോകത്തെ ഏറ്റവും ദുഃഖിക്കേണ്ട ഒരു കൊടുക്കില്ല. ആകെപ്പാടെ ഒന്നേ ഉള്ളൂ, ദൈവം തന്നാണല്ലോ അവന് കൊടുത്തേക്കാം. ചില ചെയ്യുമായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ബഹുഭൂരിപക്ഷം ആളുകൾ എന്ത് ചെയ്യില്ല, കൊടുക്കത്തില്ല. നിങ്ങൾ ആ ആംബിയൻസ് ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ കുഞ്ഞിനെ കൊണ്ട് ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ ഈ കുഞ്ഞിനെ കൊടുക്കുക, മുലകുടി മറിയേ ഉള്ളൂ. കൂടിയത് 4 വയസ്സ് കാണും, ഒരു 5 വയസ്സ് കാണും. ഈ കുഞ്ഞ് അമ്മേനെ വിളിച്ച് കരയുമ്പോൾ ഈ അമ്മയുടെ ഹൃദയം എന്തായിരിക്കും? ഇട്ടിട്ട് പോ, ഒരു ദിവസം കാണാവുന്നുള്ളതല്ല, ആരെയൊക്കെ കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ല. ഈ അമ്മയുടെ മനസ്സെന്തോ ഒരു മനസ്സല്ലേ, അവിടെ തീരുമാനത്തിന്റെ ശക്തി എന്തോ ഒരു ശക്തി അല്ലേ. അവിടെ കൊടുത്തിട്ട് പോരുക, ഇനി നീ കുഞ്ഞെ നീ ഇവിടെയാണ് നിൽക്കേണ്ടത്. എന്നറിയാമോ? ഇവൾ മുല കൊടുക്കുമ്പോഴും ഓരോ സന്ദർഭത്തിലും ഈ അമ്മ മോനോട് പറഞ്ഞുകൊണ്ട് എന്താ അറിയാം? മോനെ, നീ എനിക്കുള്ളത് അല്ല, നീ ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളത്. ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ആ കുഞ്ഞോടെ നിന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്തേനെ? കരഞ്ഞു നിലവിളിച്ചേനെ. ഈ 4 വയസ്സോ 5 വയസ്സ് വരെയോ ഈ കുഞ്ഞു പ്രായത്തിൽ ഈ അമ്മ ഫീഡ് ചെയ്തുകൊണ്ടേയിരുന്നു, സ്പൂൺ ഫീഡ് ചെയ്തുകൊണ്ടേയിരുന്നു. നീ എൻ്റെ കയ്യിൽ കിട്ടിയത് മാത്രമാണ്, നീ എൻ്റെ അല്ല, നീ എൻ്റെ അല്ല, നീ ആരുടെയാ? ദൈവത്തിൻ്റെയാണ്. നീ എൻ്റെ അല്ല, നീ ദൈവത്തിൻ്റെയാണ്. എൻ്റെ കയ്യിൽ എന്ത് ചെയ്തുള്ളൂ? തന്നിട്ടുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ടാണ് ആ മോൻ പോലും കരയാതെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറയാറില്ല. ആ അമ്മയുടെ കാഴ്ചപ്പാട് ഓർത്ത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നമ്മൾ പറയേണ്ടത് തന്നെ എന്താ? മോനെ, നീ എൻ്റെ ഒന്നും അല്ല, ദൈവം എനിക്ക് തന്നതാണ്, എന്നെ ദൈവങ്ങളിലേക്ക് തന്നതാ, അതുകൊണ്ട് മാത്രമാണ് നീ എൻ്റെ ആയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ഇരിക്കുന്ന ട്രഷറാണ്, സ്വത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അവരെ നമ്മൾ ശരിയായ നിലയിൽ വളർത്തിയില്ലെങ്കിൽ, അവരെ നമ്മൾ ശരിയായ നിലയിൽ പരിപാലിച്ചില്ലെങ്കിൽ. ഇപ്പം എനിക്കൊരു മോളുണ്ട്, ആ മോള് കല്യാണപ്രായമൊക്കെ ആയി വരുന്നു. ഞാൻ അവളോട് എപ്പോഴും പറയാറുള്ളത്, നിന്നെ ഞാൻ പരിപാലിച്ച് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാകപ്പെടുത്തിയാണ് ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നീ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരിക്കൽ പോലും റെജി ബ്രദറിന്റെ മോൾ ഇങ്ങനത്തെ ഒരാളാണെന്ന് ഒരാളെ കൊണ്ടും പറയാനായിട്ട് ഇടയാകാതെ വണ്ണം പക്വതയും പരിജ്ഞാനവും ജീവിതത്തിൽ എന്ത് ചെയ്യണം? സംഭവിക്കണം. നമ്മൾ ആരോട് പറഞ്ഞു കൊടുക്കണം? ചെറുപ്പം മുതലേ 15 വയസ്സിലേ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? പഠിക്കാൻ പോയി, പിന്നെ കിട്ടത്തില്ല. ഈ 15 വർഷം ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് കിട്ടിയ സമയത്ത് അത് മുഴുവൻ എനിക്ക് മാത്രമല്ല, എൻ്റെ 2 പിള്ളേരെ മാത്രമല്ല, ഞങ്ങളുടെ ചർച്ചിലുള്ള 17 പേരുണ്ട്. ഇപ്പോൾ വളർന്നു വരുന്ന 17 പിള്ളേരുണ്ട്, കല്യാണം കഴിക്കാത്ത 17 പിള്ളേരുണ്ട്. ഈ 17 പിള്ളേരോടും ഞാൻ ചെയ്യുന്ന ഒരേ കാര്യമാണ്. എൻ്റെ മോനോട് പറയുന്ന അതേ കാര്യമാണ് ഞാൻ എൻ്റെ തലമുറയോട് പറയുന്നത്, എൻ്റെ ചർച്ചിലുള്ളവരോട് പറയുന്നത്. ദൈവം എനിക്ക് തന്നിയ നന്മ, ആ അമ്മയുടെ സമർപ്പണം എത്ര വലുതാന്ന് നോക്കി. പിന്നെ ശമൂവേൽ പ്രവാചകനിൽ നിന്ന് ഗ്രഹിച്ചില്ലല്ലോ, ഇത്രയും സമർപ്പണമുള്ള ഒരു അമ്മയുടെ മോൻ ഇന്നും പ്രഘോഷിക്കപ്പെടുകയാണ്. കാരണം എന്താ? വിശ്വസ്ത പ്രവാചകൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, 1 മണിക്കൂർ വളരെ നേരം ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ഹന്നയുടെ സമർപ്പണം. നമുക്കിനി സമർപ്പണത്തിലേക്ക് വരാം. നമ്മുടെ കൊച്ചുമക്കളെ ഓർത്ത് കരയാം, നമ്മുടെ മക്കളെ ഓർത്ത് കരയുന്ന പ്രായം കഴിഞ്ഞുകൊണ്ടിരിക്കട്ടെ. സാരമില്ല, കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇനിയും വേണമെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? കല്യാണം കഴിച്ചതാന്ന് പറഞ്ഞാലും എന്താ, പ്രയാസങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാം. അവർക്ക് വേണ്ടി എന്നും ഡെയിലി ഒരു ½ ആൻ അവർ എന്ത് ചെയ്യണം? മക്കളെയും കൊച്ചുമക്കൾക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കണം. അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അടുത്ത തലമുറ കൊച്ചുമക്കളെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവരെ എന്ത് ചെയ്യണം? മറക്കാതെ ചെറുപ്പത്തിലെ ബാലശിക്ഷ വളർത്തി അവരെ വളർത്തി കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരാളായിട്ട് വളർത്തും. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ പിതാവ് മരിച്ചു. എൻ്റെ അമ്മ എന്നെ വളർത്തിയത് അങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന, അടിക്കുന്ന, ഭീഷണിപ്പെടുത്തുന്ന, വഴക്ക് പറയുന്ന എൻ്റെ അമ്മ ഞാൻ ഇന്നും വിളിക്കുന്ന പട്ടാളം എന്ന് പറയും. പട്ടാളം അത്രയ്ക്ക് സ്വാതന്ത്ര്യം തരാത്ത ഉണ്ണിക്കുഞ്ഞൊന്നുമല്ല. എൻ്റെ അമ്മയുടെ മുമ്പ് ഉണ്ണിക്കുഞ്ഞൊന്നുമല്ല. അങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നീ കുഞ്ഞിനെ ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കാരണം ഞാൻ ഈ അതേ സ്റ്റിക്കിൽ വളർന്ന ഒരാളാണ്. അതിനേക്കാളും വലിയ പട്ടാളമാണ് എൻ്റെ അമ്മ. അതുകൊണ്ടാണ്
ഈ റജിക തോമസ് എന്ന് പറഞ്ഞ ആൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യും. 8 മണിക്കൂറാണ് ഒരു ദിവസം പ്രാർത്ഥിക്കുന്നത്. അതുപോലെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വാങ്ങിക്കുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥന കൊടുക്കും. ഞാൻ എൻ്റെ വാക്കുകൾ